സർപ്രൈസുകൾ ഇഷ്ടമല്ലാത്തവരായി ആരും കാണില്ല അല്ലേ? അതും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു നല്ല നിമിഷം അപ്രതീക്ഷിതമായി സമ്മാനിക്കുന്നതോ അത് അതുല്യമായിരിക്കും. പറഞ്ഞു വരുന്നത് താമരശ്ശേരി ചുരത്തിൽ നടന്ന ഒരു വിവാഹ വാർഷികാഘോഷത്തെക്കുറിച്ചാണ്. SI നാസറിന് സർപ്രൈസ് നൽകിയ ഭാര്യ സുനീന. പൂജ, കയറ്റവും ഇറക്കവും നിറഞ്ഞതാണല്ലോ താമരശ്ശേരി ചുരം. അതുപോലെയൊക്കെയാണല്ലോ നമ്മുടെയൊക്കെ ജീവിതവും. ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതിനിടയിൽ ഉണ്ടാകുന്ന ഓരോ മൊമെന്റ്സ് ഉണ്ടാവും. ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ട്, ഇറക്കം ഉണ്ടെങ്കിൽ കയറ്റവും ഉണ്ട് എന്നൊക്കെ പറയും. അതുപോലെ ഒരു നിമിഷമാണ് നമ്മൾ താമരശ്ശേരി ചുരത്തിൽ കണ്ടത്. ഈ കയറ്റത്തിനും ഇറക്കത്തിനും ഇടയിലെ ഒരു അമൂല്യമായ നിമിഷം, ആ ഒരു കാഴ്ച നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നത് തന്നെയാണ്. താമരശ്ശേരി ചുരത്തിലെ കഴിഞ്ഞ 3 ദിവസങ്ങളിലെ കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ രാത്രിയിൽ ഒരു ആശങ്കയുടെ ദിനങ്ങളായിരുന്നു. ആ രാത്രികളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന രീതിയിൽ ഒരു ഭീതി നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. കാരണം അത്തരത്തിൽ മണ്ണിടിഞ്ഞു, അത്തരത്തിൽ വാഹനങ്ങൾ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചുറ്റും ഇത്തരത്തിൽ പോലീസുകാരും അഗ്നിരക്ഷാ സേനയും ഒക്കെ അവിടെ രാത്രിയും പകലുമില്ലാതെ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ജോലിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു SI നാസർ തോറയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹ വാർഷികമായിരുന്നു. അന്ന് 27-ാം തീയതി രാത്രി വീട്ടിലേക്ക് എത്താം ആഘോഷത്തിനെന്നൊക്കെ വാക്കുകൊടുത്ത് മടങ്ങിയതാണ്. പക്ഷേ കർമ്മനിരതനായിരുന്നാൽ പിന്നെ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോലി തന്നെയാണ്. ആ ഒരു സാഹചര്യത്തെ മറികടക്കുക എന്നുള്ളതാണ്. അതിൽ വിവാഹ വാർഷിക ആഘോഷമൊക്കെ മറന്നിട്ടായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പക്ഷേ കുടുംബം നേരിട്ട് അങ്ങ് താമരശ്ശേരി ചുരത്തിൽ 9-ാം വളവിലേക്ക് എത്തുകയാണ്. ഭാര്യ സുനീനയും മക്കളും എല്ലാം കൂടി അവിടെ എത്തി ഒരു സർപ്രൈസ് കേക്കുമായി അദ്ദേഹത്തിന് മുന്നിലേക്ക് എത്തുന്നു. ആ കേക്ക് അവർ മുറിക്കുന്നു. അത് ഉദ്യോഗസ്ഥരുമായും ഒപ്പം ആ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുന്ന ആളുകളുമായും ആ മധുരം പങ്കിടുകയാണ്. ആ മധുരം ആ നിമിഷത്തെ തന്നെ ശരിക്കും ഒന്ന് മാറ്റി മറയ്ക്കുന്നതായിരുന്നു. അത് നൽകുന്നത് ഒരു ചെറിയ ഒരു മൊമെൻ്റ് ആണെങ്കിൽ പോലും എക്കാലത്തും ആ 25-ാം വിവാഹ വാർഷികം അവരുടെ മനസ്സിലുണ്ടാകും. ഒപ്പം തന്നെ ഇത് നമ്മുടെയൊക്കെ തന്നെ മനസ്സിലുണ്ടാകും. ഇങ്ങനെ ഒരു ദുരന്ത സമയം അല്ലെങ്കിൽ ഒരു ദുരിത സമയത്ത് ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും. ശരിയാണ് അരുൺ, അത്രത്തോളം സന്തോഷം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ എത്തിച്ചേരാൻ പറ്റാതെ കുടുങ്ങിപ്പോയ കുറെ മനുഷ്യരായിരുന്നു ആ സമയം അവിടെയുള്ളത്. ഡ്യൂട്ടിക്കിടയിലാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അന്നേരം നടന്ന ഈ ഒരു സംഭവത്തെ ആ രീതിയിലൊന്നും കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ ആ സെക്കൻഡ്സ് നടന്ന ഒരു സംഭവം അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം നടന്ന ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്. പക്ഷേ ആ സമയം മൈൻഡൊക്കെ ഒന്ന് കൂളാക്കാനും സന്തോഷമൊക്കെ നൽകാനും ആ ഒരു സംഭവത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ്. ശരി അരുൺ.